ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. ചിലർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. നമ്മൾ RupeeMonk സർവീസിൽ കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ മെത്തേഡ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ മെത്തേഡാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് RupeeMonkൻ്റെ 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ പറ്റിയിട്ടാണ്. ഈ 1 2 3 4 മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നതും സ്റ്റോക്കുകൾ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി അതിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഒരു സ്റ്റോക്കിൽ ലംസമായിട്ടോ SIP ആയിട്ടോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കാം. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ നിങ്ങൾ ലംസമായിട്ട് 1 ലക്ഷം രൂപ ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് ശേഷം ഏപ്രിൽ പകുതിക്ക് ശേഷം നിങ്ങളത് നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും സ്റ്റോക്കുകളുടെ വിലയൊക്കെ പകുതിയോ അതിൽ താഴെയൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ 1 ലക്ഷം രൂപ 50,000 ഒക്കെ മാറിയത് വെറും ഒരു മാസം കൊണ്ട് നടന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ റിസ്ക് ആ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ചോദിച്ചേക്കാം, നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് സ്റ്റോക്കിൽ SIP ആയിട്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്കിൽ SIP ചെയ്യുന്നുണ്ട്, പക്ഷേ അത് അത്ര എഫക്റ്റീവ് അല്ല എന്നാണ് അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് സ്റ്റോക്കുകളിൽ ഒരു ടൈം ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല ലെവലുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ലാഭം. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടുമാണ്. അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എടുക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബ്രോക്കറായിട്ടുള്ള 5 പൈസ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കർ ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫറുമായിട്ട് വന്നിട്ടുണ്ട്. ആ ഓഫറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആദ്യം ഒന്ന് കേട്ടതിന് ശേഷം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ് ഈ 5paisa.com എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. 4 വർഷമായിട്ട് ഏകദേശം 12 ലക്ഷം പുതിയ ഇൻവെസ്റ്റർമാരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് 5paisa.comന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ലൊരു സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബ്രോക്കറാണ്. എനിക്ക് പേഴ്സണലി 5paisa.comൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ എൻ്റെ മുൻകാലത്തെ വീഡിയോകൾ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരാണ്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 5 പൈസയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ 5 പൈസയുടെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ടോ 5 പൈസയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാനും അതോടൊപ്പം തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ പ്രൊമോ കോഡ് ഓഫർ 250 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോ കോഡ് കൊടുക്കാനും നിങ്ങൾക്കുള്ള ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഐ എഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത സ്ക്രീനിലേക്ക് പോകും. അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പാൻ നമ്പർ കൊടുക്കണം. ആ പാൻ നമ്പർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാൻ നമ്പർ വാലിഡേറ്റ് ചെയ്യുകയും അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടുകയാണ് ചെയ്യുക. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ, ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തെളിയിക്കുന്നതിനായിട്ടുള്ള രേഖകൾ സമർപ്പിക്കുക എന്നുള്ളതാണ്, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൈൻ നിങ്ങളൊന്ന് സ്കാൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് വെക്കണം. പാൻ കാർഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഒരു ക്യാൻസൽഡ് ചെക്ക്, ഫോട്ടോഗ്രാഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഈ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് അത് ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്ത സ്റ്റെപ്പ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ് എന്നുള്ളത് ഒരു ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യുന്ന സ്റ്റെപ്പാണ് നിങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. ആ ഡോക്യുമെൻറ്റ്സ് അവർ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇമെയിൽ അവരയക്കും, ഒരു മെസ്സേജ് അയക്കും. അതിൽ നിങ്ങൾക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനും തുടർന്ന് ട്രേഡ് ചെയ്യാനും സാധിക്കും. ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തിലൊക്കെ പറ്റുകയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യാം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം, കറൻസിയിൽ ട്രേഡ് ചെയ്യാം, കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇത് മാത്രമല്ല ഡിജിറ്റൽ ഗോൾഡ് പോലുള്ള ഓപ്ഷനുകളും ഇതിൽ അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തത്തിൽ ഒരാൾക്ക് വേണ്ട എല്ലാവിധ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളും ഇതിൽ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഈ 5 പൈസയുടെ ലിസ്റ്റുകൾ തരുന്ന ഓപ്ഷനുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സർവീസാണ്. ഇനി ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്താണെന്നുള്ളത് ഞാനൊന്ന് ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു
നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് അങ്ങനെ ഒരു 10-12 സ്റ്റോക്കുകളുള്ള ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ ഉണ്ടാക്കി. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ അങ്ങനെ ഒരു വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ആ സ്റ്റോക്കുകൾ കണ്ടെത്തിയതിന് ശേഷം ബൈയിങ് ലെവൽ നമ്മൾ ആദ്യമേ കണ്ടെത്തും. ബൈയിങ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റോക്കുകൾക്ക് എല്ലാം തന്നെ ഒരു പ്രത്യേക ലെവലിലെത്തുമ്പോൾ ചിലപ്പോൾ അത് അവിടെ ഒരു സപ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് റീബൗണ്ട് ചെയ്ത് മേളിലേക്ക് പോകാനോ താഴേക്ക് പോകാനോ ഒക്കെ ഉള്ള സാധ്യത. അങ്ങനെ ഒരു സപ്പോർട്ട് ലെവൽ വരുന്ന സമയത്ത് ആണ് നമ്മൾ ഒരു എൻട്രി എടുക്കുക. അല്ലാതെ ഒരു സ്റ്റോക്ക് കണ്ടു എന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് അത് എൻട്രി എടുക്കുകയല്ല ചെയ്യുക. അതിൻ്റെ മൂവിങ് ആവറേജുകളോ അല്ലെങ്കിൽ പിവറ്റ് പോയിന്റുകളോ ഒക്കെ നോക്കിക്കൊണ്ട് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു പോയിന്റ് കണ്ടെത്തുകയാണ് ചെയ്യുക. അവിടെ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു 100 സ്റ്റോക്ക് അതിൻ്റെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ 10 സ്റ്റോക്ക് ഞാൻ ആദ്യം വാങ്ങും. അതായത് ഇപ്പോൾ 100 രൂപയാണ് ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഐഡിയൽ എൻട്രി പോയിൻ്റ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ആദ്യമേ ആ സ്റ്റോക്ക് വളരെ നല്ലതാണെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു എൻട്രി പോയിൻറ്റ് 100 രൂപയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ ആ സ്റ്റോക്ക് 100 എണ്ണമാണ് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 10 സ്റ്റോക്ക് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങും. അപ്പോൾ നമ്മളുടെ അനാലിസിസ് ശരിയാണ്, നല്ലതാണ്, സ്റ്റോക്കിന് നല്ല ഔട്ട്ലുക്ക് ഉണ്ട്, നന്നായിട്ട് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു 95 താഴ്ന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 20 സ്റ്റോക്ക് കൂടെ വാങ്ങും. അപ്പോൾ ടോട്ടൽ എൻ്റെ കയ്യിൽ 30 സ്റ്റോക്കായി. ഇനി വീണ്ടും അത് താഴുകയാണ്, മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു അവസ്ഥ കാരണം വീണ്ടും അത് താഴ്ന്ന് 90 രൂപയായി എന്ന് കരുതുക. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 30 സ്റ്റോക്ക് കൂടെ വാങ്ങും. ഒരു ലെവലിലും കൂടെ ഞാൻ വാങ്ങും. അത് 85ലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അത് ഒരു 40 എണ്ണം കൂടെ വാങ്ങും. അപ്പോൾ ടോട്ടൽ എൻ്റെ കയ്യിൽ 100 സ്റ്റോക്കുകളായി. അങ്ങനെ ഞാൻ മൊത്തത്തിൽ 9000 രൂപ അതിൽ നിക്ഷേപിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് പോവില്ല കേട്ടോ. അപ്പോൾ ഈ 100, 95, 90, 85 എന്ന് പറയുന്നത് ഈ 5 രൂപ കുറവ് എന്നുള്ളതല്ല, അതിൻ്റെ ഡിഫറെൻറ്റ് ലെവലുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു 3 ലെവൽ കൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ടേ ഇരിക്കുകയുള്ളൂ. പിന്നെ ഫർദർ അതിൽ ബൈ ചെയ്യാറില്ല. സാധാരണഗതിയിൽ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ 2-3 ലെവലുകളൊക്കെ കഴിഞ്ഞാൽ അത് റീബൗണ്ട് ചെയ്ത് ഒരു 100-നൊക്കെ മേളിലേക്ക് വീണ്ടും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നല്ല സ്റ്റോക്കുകൾ കേട്ടോ. എൻ്റെ ആവറേജ് പ്രൈസ് 90ആണ്. അപ്പോൾ ഈ 90-ന് മേളിലേക്ക് അല്ലെങ്കിൽ 100, 110 ഒക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 20%, 25% ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിൻ്റെ പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് താഴേക്ക് വരുന്നൊരു സെനാരിയോ, താഴെ വന്നിട്ട് മേളിലേക്ക് പോകുന്നൊരു സെനാരിയോ ആണ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു സ്റ്റോക്കാണെന്ന് കണ്ടിട്ട് 100-ൽ ഞാൻ 10 സ്റ്റോക്ക് വാങ്ങി. പിന്നെ അത് കുറേശ്ശായിട്ട് കയറാനായിട്ട് തുടങ്ങിയെന്ന് കരുതുക. അത് അടുത്ത ലെവൽ എന്ന് പറയുന്നത് 105 ആണെന്ന് കരുതുക. അവിടെ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 20 സ്റ്റോക്ക് അവിടെ വാങ്ങും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് കയറുമ്പോൾ 110 ആയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു 30 സ്റ്റോക്ക് വാങ്ങും. 115 ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു 40 സ്റ്റോക്ക് വാങ്ങും. അങ്ങനെ 100 സ്റ്റോക്ക് ഏകദേശം 11,000 രൂപ കൊടുത്ത് വാങ്ങി ഏകദേശം 110 എന്നുള്ളൊരു ആവറേജിൽ ഒക്കെയാണ് സാധാരണ ഒരു 3 ലെവൽ അഡീഷണലായിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എത്തുക. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു 20-25% പ്രോഫിറ്റ് കിട്ടുമ്പോൾ കുറച്ച് സ്റ്റോക്കുകൾ അതിൽ നിന്ന് പിൻവലിക്കും. ഒരു പകുതി സ്റ്റോക്കുകൾ ഞാൻ അതിൽ നിന്ന് പിൻവലിക്കാറുണ്ട്. അതേസമയം എൻ്റെ കയ്യിൽ ചില സ്റ്റോക്കുകൾ നമ്മൾ ഒരിക്കലും വിൽക്കില്ല എന്ന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്റ്റോക്കുകളുമുണ്ട്. അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ഈ 25% ലാഭം കിട്ടിയാലൊന്നും വിൽക്കാനും സാധ്യതയില്ല. അതിന് ചിലപ്പോൾ ഈ 4 ലെവൽ കഴിഞ്ഞിട്ടും വീണ്ടും മേളിലേക്ക് പോവുകയാണെങ്കിൽ കുറേശ്ശായിട്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുപോകും. അങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുമ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക എന്ന് പറഞ്ഞൊരു ടെക്നിക്കും കൂടെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു 110-ലെത്തി 130 ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് താഴേക്ക് വരുന്ന ആ ഒരു ലെവൽ ഞാൻ ചിലപ്പോൾ ഒരു 120 സെറ്റ് ചെയ്യും. 120 സെറ്റ് ചെയ്താൽ എന്താണ്, എനിക്ക് പിന്നെയും താഴേക്ക് വന്നാൽ ആ 120-ൽ എനിക്ക് കുറച്ചെണ്ണം ലാഭം എടുത്തിട്ട് വീണ്ടും താഴേക്ക് വരുമ്പോൾ വീണ്ടും ചെറിയ പ്രൈസിൽ വാങ്ങി അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ടെക്നിക്കും ഞാൻ ചെയ്യാറുണ്ട്. ഈ കാര്യങ്ങളിൽ നിന്ന് ഒരു സമ്മറൈസ് ചെയ്ത് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് വളരെ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്ത് സ്റ്റോക്കുകൾ കണ്ടെത്തും. അതൊരു മീഡിയം ടു ലോങ് ടേമിലുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തും. അതുപോലെ തന്നെ 3 ലെവലിലായിട്ട് 10, 20, 30, 40 എന്നുള്ള ലെവലിലായിട്ട് ആ ഒരു പ്രൊപ്പോർഷനിലാണ് മേളിലേക്കായാലും താഴേക്കായാലും വാങ്ങുക. അതുപോലെ ഒരു 20-25% കിട്ടുമ്പോൾ കുറച്ച് ഷെയറുകൾ വിറ്റ് ലാഭമെടുത്ത് വീണ്ടും താഴേക്ക് വരുമ്പോൾ വീണ്ടും ആവറേജ് ചെയ്യാണ് ചെയ്യുക. സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. വളരെ താഴേക്ക് പോകുന്ന സ്റ്റോക്കുകളിൽ പിന്നെ അത് വിട്ടുകളയാണ് പതിവ്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ
നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യാം. 8848030018 ആണ് നമ്പർ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാം.